തലസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുണ്ടല്ലോ, അതിൽ ഒന്നാം പ്രതി നിതിൻ രാജിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേൾക്കാൻ പോവുകയാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുന്നത്. പ്രതി ഉണ്ണികൃഷ്ണൻ നൽകിയ ഇടക്കാല ജാമ്യം ഇന്ന് അവസാനിക്കാനും പോവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, തലസ്ഥാനത്ത് നടന്ന ED ആക്രമണം അത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോയതാണ്. ഇന്നിപ്പോൾ ഇടക്കാല ജാമ്യം, ഉണ്ണികൃഷ്ണൻ്റെ ഇടക്കാല ജാമ്യം അതിന്ന് തീരാൻ പോകുന്നു. അപ്പം നിതിൻ്റെ ജാമ്യ ഹർജി അത് ഏത് വിധത്തിലായിരിക്കും കോടതി ഉൾക്കൊള്ളുക? എന്താണ് നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെ അറിയുന്നത്? അത് എങ്ങനെയാണ് രജിത്ത്? കേസിലെ ഒന്നാം പ്രതിയാണ് നിതിൻ രാജ്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ വാടക വീടിന് മുന്നിലാണ് ഇത്തരത്തിൽ അവിടെ റെയ്ഡ് നടന്ന സമയത്ത്, EDയുടെ റെയ്ഡ് നടന്ന സമയത്താണ് ഈ വലിയൊരു സംഭവം ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ആക്രമണം, ED ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഈ കേസിലെ ഒന്നാം പ്രതിയാണ് നിതിൻ രാജ്. നിതിൻ രാജ് ഇപ്പോൾ ജാമ്യ ഹർജിയുമായി സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ അപ്പീലുമായാണ് ജില്ലാ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജില്ലാ കോടതിയാണ് ഇതിന്മേൽ ഇപ്പോൾ വാദം കേൾക്കുന്നത്. ഇന്ന് വാദം കേട്ടതിന് ശേഷം കോടതി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് പോകും. നമുക്ക് ഈ കേസിൽ ആകെ 26 പ്രതികളാണ് ഉള്ളത്. 26 പ്രതികളിൽ ആകെ ഒരാൾക്ക് മാത്രമാണ് കോടതി ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. 25ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണന് മാത്രം കഴിഞ്ഞ ദിവസം പിതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇടക്കാല ജാമ്യം, 3 ദിവസത്തേക്കുള്ള ഇടക്കാല ജാമ്യം അനുവദിച്ചു. ആ ഇടക്കാല ജാമ്യം ഇന്ന് അവസാനിക്കുകയും ചെയ്യും. മറ്റ് പ്രതികളൊക്കെയും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആകെ ഒരു പ്രതിക്ക് മാത്രം കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആയി ഒത്തുകളിച്ചാണ് ജാമ്യം ലഭിച്ചത് എന്ന ആരോപണം നിലനിൽക്കുന്നതിനെതിരെ ED തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഈ കേസ് റദ്ദാക്കാൻ, അല്ലെങ്കിൽ ഈ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ED മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും ഇപ്പോൾ ഉടൻ തന്നെ അയാളുടെ ജാമ്യം കൂടി റദ്ദാക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ കോടതി മറ്റാർക്കും തന്നെ ജാമ്യം നൽകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദം കൂടി തുടരുകയാണ്. ആ വാദം കേട്ടതിന് ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. സാധാരണ രീതിയിൽ ജോലിക്കായി എത്തിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ച കേസിലാണ് ഇത്തരത്തിലുള്ള ഒരു കേസുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ജാമ്യം ലഭിക്കാത്ത ഒരു നിലപാടിലേക്കാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കോടതിയിൽ വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതേ വാദങ്ങളൊക്കെയും തന്നെ പരിശോധിച്ചതിന് ശേഷം തന്നെ ആയിരിക്കും കോടതി ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. നിലവിൽ ഇപ്പോൾ ഒരാൾക്ക് മാത്രമാണ് ഒരു ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിട്ടുള്ളത്. മറ്റ് ഒരാളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് കോടതിയിൽ നിൽക്കുന്നുമുണ്ട്. അത് പബ്ലിക് പ്രോസിക്യൂട്ടറെ സ്വാധീനിച്ചുകൊണ്ടുള്ള നടപടിയായിരുന്നു എന്ന് കോടതി വിലയിരുത്തി അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഇല്ല. മറ്റ് പ്രതികൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുള്ള മറ്റ് പ്രതികൾക്കാർക്കും കോടതി ജാമ്യം നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്.